Hi guys, I'm Sanjo and Varadvastakalan cinema കണ്ടിരുന്നു which is written and by Dinu Thomas and is directed by ജീതു ജോസഫ്. ജീതു ജോസഫിൻ്റെ കഴിഞ്ഞ സിനിമയായിട്ടുള്ള മിറാജ് അതൊക്കെ വെച്ച് കമ്പയർ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് മോർ ബെറ്റർ ആൻഡ് മെമ്മറീസായിട്ടൊന്നും നമുക്കിതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ കമ്പയർ ടു മിറാജ് ആൻഡ് ലൈക്ക് ദാറ്റ് ജീതു ജോസഫിൻ്റെ സിനിമകളെ കുറിച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഗിവിങ് സംതിങ് മോർ ഗുഡ്. ആൻഡ് ഇതൊരു ക്രൈം ത്രില്ലർ ജോണറിൽ വരുന്ന ഒരു സിനിമയാണ്. ഇതിനകത്ത് ഇപ്പോൾ മെയിനായിട്ടുള്ള പോസിറ്റീവ്സ് എന്ന് പറയാനുള്ളത് ബിജു മേനോൻ്റെ, അതേപോലെ തന്നെ ജോർജ് ജോർജിൻ്റെ ആക്ടിങ് ആണ്. അതേപോലെ തന്നെ ലെന, അതേപോലെ തന്നെ ലിയോണ ലിഷോയ്, അതുപോലെ ഇർഷാദ്, അങ്ങനെ കുറച്ച് പേരുടെ ക്യാരക്ടേഴ്സ് ഉണ്ട്. നിരഞ്ജന അനൂപ്, അങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സും കൂടെ ലോകത്തുണ്ട്. അതിനകത്ത് ബിജു മേനോൻ്റെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇതിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ അത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മളെ ഈ എന്താ പറയുക, നമ്മളെ ഒരു സെക്കൻഡ് ഹാഫോട് കൂടി നമ്മളെ ഇത് ട്രിഗർ ചെയ്യും. ഈ ഒരു സിനിമ ശരിക്കും നമ്മളെ അങ്ങോട്ട് ശരിക്കും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു തരത്തിലുള്ളൊരു എഫക്റ്റാണ് സിനിമയ്ക്ക് ഉള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഇപ്പം ബിജു മേനോൻ്റെ ആയാലും ജോർജ് ജോർജിൻ്റെ ആയാലും നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു പ്രകടനം, വളരെ ഡീസൻറ്റ് പെർഫോമൻസും, അതേപോലെ തന്നെ അവരിപ്പം അവരുടെ ഒരു ഇന്നേ വരെയുള്ളൊരു ക്യാരക്ടേഴ്സിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു യൂഷ്വൽസ് തന്നെയാണ്. ഇപ്പം ജോസഫ് എന്ന സിനിമയിൽ ജോർജ് ജോർജിൻ്റെ ഒരു പ്ലോട്ടുമായിട്ടൊന്നും ഇതിനെ അങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ഇതൊരു വേറൊരു തരത്തിലേക്ക് തന്നെയാണ് എടുത്തു വന്നിട്ടുള്ളത്. രണ്ടുപേരും ഇപ്പോൾ ബിജു മേനോനായാലും ജോർജ് ജോർജ് ആയാലും സാധാരണയായിട്ട് അവർ ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ ഒരു രീതി വിട്ട് വേറെ തരത്തിലേക്ക് ഈ ഒരു സിനിമയെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അത് പറ്റിയിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ ആസ്പെക്ട്സിലായാലും ഇത് നല്ലൊരു രീതിക്ക് തന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. വേണ്ടില്ല അതിൻ്റെ ഒക്കെ ടുവേർഡ്സ് ക്ലൈമാക്സ് എത്തുമ്പോഴേക്കും നല്ലൊരു രീതിയിലേക്ക് തന്നെ വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഇതൊക്കെ തന്നെ പറയാനുള്ളത് നല്ലൊരു സിനിമയാണ്, വെർത്ത് വാച്ചിങ് ആണ്. എന്തായാലും നന്നായിട്ട് തന്നെ കാണാനുള്ള ഒരു സിനിമ തന്നെയാണ്. നമ്മൾ പക്ഷേ ഒരു മെമ്മറീസ് അല്ലെങ്കിൽ ആ ഒരു ലെവൽ പിടിച്ച് പോകരുത്. അങ്ങനെ കൂടി പിടിച്ച് പോയി കഴിഞ്ഞാൽ ഡിസപ്പോയിൻറ്റിങ് ആയിട്ട് ഫീൽ ചെയ്യും. കാരണം അത്രയ്ക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല. എന്നാൽ പോലും ഒരു ഡീസൻറ്റ് ത്രില്ലർ മൂവി എന്ന് തന്നെ പറയാവുന്ന തരത്തിലാണ് സിനിമ വന്നിട്ടുള്ളത്. ഒരു ഡീസൻറ്റ് ത്രില്ലർ എന്ന് തന്നെ നമുക്ക് എളുപ്പത്തിൽ പറയാനായിട്ട് പറ്റും.